ഇത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വായിക്കുന്ന ബൈബിൾ വേഴ്സ് അല്ലേ? ഇത് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ ഹീബ്രൂസ് 4:12 പറയും. 4:12 പറഞ്ഞിട്ട് ലാസ്റ്റ് Reign the holy Ruah, Lord, reign forevermore. Reign the holy Ruah, Lord, Reign forevermore. Okay. So, what is our preparation? What else can we do to receive more from what heaven has in store for us? Yes? സിസ്റ്റർ, നമുക്കെല്ലാവർക്കും ഒരു ദാഹം ഉണ്ടെങ്കിലല്ലേ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വസിക്കും. ഇപ്പം നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ ദാഹം ഉണ്ടെങ്കിൽ വറ്റി വരണ്ടിരിക്കുന്ന നാവിലേക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. അപ്പം അത്രയും ഒരു ദാഹം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് തുറവി ഉണ്ടാവും. തുറവി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ നമ്മൾ തുറന്നിരിക്കണം. Like how we open the Holy Bible and we invoke the Holy Spirit. Oh, Holy Spirit, Lord, ഈ ഒരു ദൈവവചനം എനിക്ക് ഹൃദയത്തിൽ ഗ്രഹിക്കാൻ സാധിക്കണമേ എന്ന് പറയാത്തില്ലേ? Yes, and if we have that openness, അപ്പോഴാണ് നമ്മൾ prepare ചെയ്യാനും ready ആവാം. If some guest is coming to our house also, we will prepare well, very well to receive that person. എനിക്ക് തോന്നിയത് പരിശുദ്ധ തമ്പുരാൻ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അനുതാപം വരും. അപ്പോൾ അനുതാപം വരാൻ വേണ്ടി കുറേ ജീസസ് പ്രെയർ ചെല്ലുമ്പോൾ ഞാനൊരു പാപിയാണ് കർത്താവേ എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീസസ് പ്രെയർ കൂടുതൽ ചെല്ലുമ്പോൾ അത് അനുതാപത്തിൽ നിന്നേക്കും ഹോളി ലോർഡിന് വരാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയിലേക്കാണ് എപ്പോഴും വരാൻ. ദൈവത്തിന്റെ ചായയാണല്ലോ ഈ കൂട്ടായ്മയിലെ വ്യക്തി എന്ന് പറയുന്നത്. പരിശുദ്ധ റൂഹാ തമ്പുരാൻ എപ്പോഴും പെന്തക്കോസ്താ തിരുനാളിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേലെ ഇറങ്ങി വന്നതുപോലെ ഐക്യം എവിടെയുണ്ടോ അവിടെ അപ്പം പരിശുദ്ധ റൂഹാ തമ്പുരാൻ വരുന്നതായിരിക്കും. ഇതേ സെയിം കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ആ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 ആക്ട്സ് 1:14 നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവരുടെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. കാരണം അവർ ഒരുമിച്ചായി ഒരു കൂട്ടായ്മയിലായിരുന്നു. അവർ ദാഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി. അനുതാപത്തോടെ പരിശുദ്ധ അമ്മയോടൊപ്പം അനുതാപത്തോടെയായിരുന്നു. ഒരു കൂട്ടായ്മയായിരുന്നു. അവർക്ക് ദാഹം ഉണ്ടായിരുന്നു, ഒരുക്കം ഉണ്ടായിരുന്നു, അവർക്ക് തുറവിയുണ്ടായിരുന്നു. ഇതെല്ലാം കാര്യങ്ങൾ ആണ് ചെയ്യുമ്പോഴാണ് ശരിക്കും പരിശുദ്ധാത്മാവിനെ ആ നിറവ്, ആ കൂട്ടായ്മയിൽ ആ നിറവ് ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി വരാൻ തോന്നുന്നു. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്താണ്? ദാഹം, തുറവി, preparation, അനുതാപം, ഐക്യം. So let's pray together. Acts 2:1-4. Join us. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിലുണ്ടായി. അതവർ സമേഷിച്ച വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവുകളുടെ ഭാഷകൾ അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. Reign the holy Ruah, Lord, reign forevermore. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ there is a kind of ചലനം that you experience, no? Like I have to do this, I should not do this. It's like totally ഒരു advocate or instructor guiding you throughout your path. Like a speaker of Jesus, because the Holy Spirit Lord reminds of what Jesus said. ഈ ഈശോന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആദ്യം പരിശുദ്ധാത്മാവിലേക്ക് എത്തണം എന്ന് CCC പറയുന്നെന്ന് തോന്നുന്നു. Let's see here. Catechism of the Catholic Church. ഓയിലിന്റെ പ്രതീകത്തിന്റെ അവിടെയാണെന്ന് തോന്നുന്നു. ഈ ഓയിലിനെ പറ്റി സിസ്റ്റർ പറഞ്ഞു തരാമോ? Oil, normally the usual physicalite oil നമുക്ക് കുറേ properties ഉണ്ടല്ലോ. It lubricates, അല്ലെങ്കിൽ it is soothing, it makes it smooth. And in our confirmation we have a lot of characteristics, the peculiarities of using the oil. So that is a symbol of the Holy Spirit. സിസ്റ്റർ ഇത് കിട്ടി. CCC 683 683 അത് പറയുന്ന ആ ഒരു ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. Wow! So let us feel the touch of the Holy Spirit first to get closer to our Jesus.
അതിന്റെ ആദ്യം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ല. അപ്പൊ ഓൾറെഡി നമുക്ക് എല്ലാവരും പരിശുദ്ധാത്മാവ് തൊട്ടായിരിക്കണം. അപ്പൊ കുറച്ച് പവർ കുറച്ചും കൂടി കൂടി കിട്ടിയാൽ മതി. So each time to feel the touch of the Holy Spirit, Lord, we just have to say, Jesus Christ is Lord. Yeshu Christu Kartavanu. So let us experience Jesus Christ is Lord and feel the touch of the Holy Spirit in our heart. Reign the Holy Ruach, Lord. Reign forevermore. Are you a sheep or a goat? Well, Saint Matthew chapter 25 പറയുന്നുണ്ട്, ഈശോ വരുമ്പോൾ ഷീപ്പിന്റെ സൈഡും ഗോട്ടിന്റെ സൈഡായിട്ട് വേർതിരിക്കും. ദാറ്റ് ഈസ് ചെമ്പരിയാടുകളും കോലാടുകളും. ടു ദ റൈറ്റ് സൈഡ് ആരാണ് വരാ? ചെമ്പരിയാട്. ലെഫ്റ്റ് സൈഡ് കോലാട്. അപ്പൊ ഇത് എന്ത് ബേസിസിലാണ് ഇവർ വേർതിരിക്കണേന്ന്? സോ ഈ ഒരു പാരഗ്രാഫിൽ സെയിന്റ് മാത്യു ചാപ്റ്റർ 25 sacred verse 31 onwards, the heading is the judgment of the nations. അതിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഫോർ ഐ വാസ് ഹംഗ്രി, sacred verse 35 onwards ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുന്നത്. ഫോർ ഐ വാസ് ഹംഗ്രി ആൻഡ് യു ഗേവ് മീ ഫുഡ്. സോ നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ബോത്ത് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഫുഡ് ഇസ് നീഡഡ് ഫോർ us to grow, ബിക്കോസ് നമ്മളുടെ ബോഡി ഇൻ പ്രൊഫൗണ്ട് യൂണിറ്റി അല്ല. സോ അതുപോലെ തന്നെ ഈ കോലാടുകളും ചെമ്പരിയാടുകളും എന്ത് തിന്നണു എന്നനുസരിച്ച് അവർ വളരുന്നു. ബിക്കോസ് വാട്ട് യു ഈറ്റ് മേക്സ് യു എന്നൊരു കാര്യം. സോ നമ്മൾ ക്രിസ്ത്യൻസ് ആയി ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിലൂടെ വി ആർ റിസീവിങ് ജീസസ്, വി ആർ റിസീവിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി ലീൻ ചെയ്യാൻ തുടങ്ങും. ഈ ചെമ്പരിയാടും കോലാടും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ പറയാം. The sheep listen to the shepherd, but the goat, they tend to be stubborn. So difficult animal. So they listen. The sheep listen, and the goats are stubborn. Okay, one. ചെമ്മരിയാട് ഭയങ്കര വീക്കാണ്, പക്ഷെ കോലാടുകൾ കുറച്ചും കൂടി ഫിജിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവർക്ക് കുറച്ചുകൂടി കൊമ്പുണ്ടായിരിക്കും. നമ്മുടെ ഷീപ്പിന്റെ കൊമ്പാണെങ്കിൽ അവരിങ്ങനെ കൊമ്പിങ്ങനെ കുറച്ച് വളങ്ങിട്ടായിരിക്കും, ബാക്കിയുള്ളത് ആക്രമിക്കില്ല. പക്ഷെ കോലാടുകൾ സൈഡിൽ നിന്ന് നമ്മളിപ്പോ കുത്തുമെന്ന് നമുക്ക് പോകും. ഗോഡ്സ് ഹാവ് ദ ഹോൺസ് ദാറ്റ് ക്യാൻ പോക്ക് us. Yes. എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ചെമ്മരിയാടുകൾ ഇങ്ങനെ നല്ല നല്ല ഇലകള് അല്ലെങ്കിൽ ഇടയിനിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ തന്നെ ആയിട്ട് തിന്നുള്ളൂ. കോലാടുകൾ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ തിന്നാനുള്ളൊരു ക്രേവിങ് നടത്തും. ഇപ്പൊ കുറച്ചും കൂടി അവന്റെ സെൽഫിലേക്ക് അവർ തിരിയും, അവന്റെ സെൽഫായിട്ടുള്ള ഡിസയേഴ്സിലേക്ക് പോകും. ഡിസൊബീഡിയന്റ് ആയിരിക്കും, സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് കുറച്ചും കൂടി ഇൻഫ്ലേറ്റഡ് വിത്ത് സെൽഫ് ആയിരിക്കും. മറ്റേത് വിൽ ബി ഒബീഡിയന്റ്. എനിത്തിങ് എൽസ്? പിന്നെ ഹിയർ ചെയ്യും, അതായത് ഷെപ്പേർഡിനെ മാത്രമേ കേൾക്കുള്ളൂ. ഷീപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ ഷെപ്പേർഡ് ആ ഇന്ന ഷീപ്പിന്റെ പേര് വിളിച്ചു നോക്കിയാ അപ്പൊ ആ ഷീപ്പ് തിരിയും. കോലാടാണെങ്കിൽ ആര് വിളിച്ചത്? സോ ഈശോ ആകുന്ന ഗുഡ് ഷെപ്പേർഡിനെ അവർ ലിസൺ ചെയ്ത് അവരുടെ പിന്നാലെ പോകുന്നതാണ് ഈ ഷീപ്പ് എന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം വന്നിരിക്കുന്നത് ഇസ് ദാറ്റ് ദേ ഹാവ് ക്യൂരിയോസിറ്റി. ഈ ഗോട്ട്സ് അവരുടെ ക്യൂരിയോസിറ്റി മൂലം ഇങ്ങനെ ഓക്കെ അവിടെ ഒരു ചെടി കണ്ടു, അവിടെ ഒരു വഴി കണ്ടു, അവര് കൂട്ടം തെറ്റിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. While the sheep, because of the shepherd, they stay together because they are attuned to the voice of the shepherd. So we can all see, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കോൺഷ്യൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി how much we are staying with the right hand side ഉള്ള ഗ്രൂപ്പ്. That is the word of God. ദൈവവചനത്തിന് അനുസൃതമായി ജീവിതം നയിക്കുന്നവരാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് വരുന്നവർ. അപ്പോൾ ആ ഒരു വോയിസിനോട് അറ്റ്യൂൺഡ് ആയിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ പേര് വിളിക്കുന്ന ഷെപ്പേർഡ്, ദ ഗുഡ് ഷെപ്പേർഡ് ജീസസ്, ആ ഈശോന്റെ പേര് ആ ഈശോ നമ്മുടെ പേര് വിളിക്കുമ്പോൾ എത്രത്തോളം അത് കേട്ട് പോകുന്നുണ്ട്. ഓർ നമ്മൾ ഈ ക്യൂരിയോസിറ്റി ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളിലാക്കിയിട്ട് വേൾഡ്ലി കാര്യങ്ങൾ തലയിട്ടുകൊണ്ട് ഹൗ മച്ച് ആർ വി ഗോയിങ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ബിക്കോസ് നമ്മൾ ഇവരെ ചോസൺ ആൻഡ് ഇലക്റ്റഡ് ആയിട്ടാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഈശോ അനേകരെ വിളിക്കുന്നുണ്ട്, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുന്നത്. ടു ചൂസ് us,
നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോർട്രേ ചെയ്യണം. ദാറ്റ് ഓഫ് എ ഷീപ്പ്, meek and humble, and not of curiosity, because curiosity is the opposite of hope. Curiosity is the opposite of hope. Doubt is the opposite of hope. Expectation is the opposite of hope. അപ്പോൾ ഇത് മൂന്നും ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ കണ്ണുനീർ പ്രത്യാശയിൽ ചാലിച്ചുകൊണ്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു ദുരിതമോ ക്ലേശങ്ങളോ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫോർ എ ക്രിസ്ത്യൻ ടു ഹാവ് സഫറിങ്, ബിക്കോസ് നമ്മൾ ഡേ ബൈ ഡേ വി ആർ ടു ഗ്രോ മോർ ഇൻ ടു ബീങ് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ പ്രത്യാശയിൽ ചാലിക്കുന്നുണ്ട്? ഹൗ മച്ച് ആർ വി ഡിപ്പിംഗ് അവർ ടിയേഴ്സ് ഇൻ ഹോപ്പ് ആൻഡ് ക്രൈ? ബിക്കോസ് വി ആർ ഓൾ കോൾഡ് ടു ക്രൈ ഫോർ ഗോഡ്. കർത്താവിന് വേണ്ടി ഹൃദയം പൊട്ടി ഹൃദയം നിറങ്ങി വിളിക്കേണ്ടവരാണ്. എന്നാലാണ് ആ ഒരു മുൾപ്പിടപ്പിൽ പെട്ടുപോയ കുഞ്ഞാടിനെ ഈശോ എടുക്കാൻ വരില്ലേ? അപ്പോൾ ആ പ്രത്യാശയിൽ ഈശോ എന്നെ രക്ഷിക്കാൻ വരും, എത്ര മുൾപ്പിടപ്പിൽ ഞാൻ പെട്ടിപ്പോയാലും. അപ്പോൾ മേ എന്ന് വിളിച്ച് ഈശോ അടുത്തേക്ക് വരും, അബ്ബ എന്ന് വിളിച്ച് അബ്ബ അടുത്തേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പ്രത്യാശയിൽ ചാലിക്കാനും നമ്മൾ ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഐഡന്റിഫൈ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ആൻഡ് കാസ്റ്റ് ഔട്ട് all that is evil, all that is not of the kingdom of God. നമുക്ക് പതിയെ പതിയെ കാസ്റ്റ് ഔട്ട് ചെയ്യാം and be like a humble and meek sheep. Reign the Holy Ruach, Lord. Reign forevermore.